മറ്റൊരു ഹർത്താൽ ദിനം കൂടി കടന്നുപോയി. കുറേ പേര് വീട്ടിലിരുന്നു, കുറേ പേര് എങ്ങനെയൊക്കെ ജോലിക്ക് പോയി, കുറേ പേര് കഷ്ടപ്പെട്ടു, ഹോസ്പിറ്റലിലും ഒന്നും പോകാൻ പറ്റാതെ കഷ്ടപ്പെട്ടു. ഈ ഹർത്താൽ കൊണ്ട് നേട്ടം ഉണ്ടാക്കിയ ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കുമില്ല. ഈ ഹർത്താൽ കൊണ്ട് അവർ ഉദ്ദേശിച്ച കാര്യം നേടിയെടുത്തോ അതുമില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഹർത്താൽ എന്ന് ചോദിച്ചാൽ, കുറേ പാവങ്ങൾക്ക് ഇടിയുണ്ട്, കുറേ KSRTC കല്ലെറിഞ്ഞു, കുറേ പാവങ്ങളുടെ അന്നം മുട്ടി, ഒരു ദിവസത്തെ വരുമാനം മുട്ടി. 300 രൂപയ്ക്കും 400 രൂപയ്ക്കും ഓരോ ദിവസവും ജോലി ചെയ്യുന്ന ഒരു ബാങ്ക് ലോണും നിരവധി അടവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ദിവസത്തെ വരുമാനം മുട്ടി. അതല്ലാതെ ഈ ഹർത്താൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഇന്നുണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ ടി വിയിലും ഒക്കെ കണ്ടു ഓട്ടോ ഓടിക്കുന്ന ആളുടെ താക്കോൽ ഊരി എടുക്കുക, പിക്കപ്പ് കൊണ്ടുവരുന്ന ആളുടെ താക്കോൽ ഊരി എടുക്കുക, മീൻ കച്ചവടക്കാരൻ്റെ മീൻ കച്ചവടം പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറയുക. ഇവനൊക്കെ ആരാണ് ഇതിൻ്റെ അധികാരം കൊടുത്തത് ഇങ്ങനെ പറയാനും പ്രവർത്തിക്കാനും? തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ടീമുകൾ തന്നെ തൊഴിലാളികളെ ആ തൊഴിൽ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇതല്ലേ സത്യം പറഞ്ഞാൽ ഫാസിസം എന്ന് പറയുന്നത്. ഇവർക്ക് ഇവരുടെ ആവശ്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഡൽഹിയിൽ പോയി സമരം ചെയ്യാം. ഇന്ന് ഡൽഹിയിൽ ഒരിടത്തെങ്കിലും ഇവർ സമരം ചെയ്തതായിട്ടുള്ള ഒരു വാർത്തയുണ്ടോ? ഡൽഹിയിൽ, കേരളത്തിലല്ലാതെ ഈ അഖിലേന്ത്യാ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് പുറത്ത് ഒരിടത്തെങ്കിലും ഇവർ സമരം ചെയ്തിട്ടുണ്ടോ? ഡൽഹിയിൽ സമരം ചെയ്താൽ അധികാരികൾ കാണും. ഇവർ ഡൽഹിയിൽ എവിടെയെങ്കിലും ഒരു സമരം ചെയ്തതിൻ്റെ ഒരു വിഷയമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്തത്? ആർക്കും ഉത്തരവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്തതെന്ന് പോലും ആർക്കും അറിയത്തില്ല. വെറുതെ പോയി വണ്ടി ഓടിക്കുന്ന നെഞ്ചത്ത് കയറുക, കട അടപ്പിക്കുക, വഴി തടയുക, ഇതൊക്കെയാണ് പരിപാടി. ഇത് ഏത് പാർട്ടിക്കാരായാലും ശരി. ഞാൻ ഇന്ന പാർട്ടി ആ പാർട്ടി ഒന്നും പറയുന്നില്ല. ഇന്നത്തെ ബന്ധിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇത് ഒരു പ്രയോജനമില്ല. നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചോ? ഇല്ല. പാവം പിടിച്ച ദിവസവും 300-400 രൂപയ്ക്ക് പോകുന്ന ഒരാളുടെ ഒരു ദിവസത്തെ വരുമാനം നഷ്ടപ്പെട്ടു. അവന് അടുത്ത മാസം EMI അടയ്ക്കുമ്പോൾ ഈ 300 രൂപ അവന് കുറവായിരിക്കും ചിലപ്പം. ഈ ഹർത്താലിൽ ആഹ്വാനം ചെയ്ത മന്ത്രിമാരും MLA മാരും ഒക്കെ അവരുടെ ശമ്പളം ഇന്നവർക്ക് കിട്ടും. അവരവരുടെ ശമ്പളം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇത് കേട്ട് തുള്ളാൻ നടക്കുന്ന പാവം പിടിച്ച മനുഷ്യന്മാരുടെ കാര്യമാണ് കഷ്ടം. എങ്ങനെയെങ്കിലും നിവൃത്തിയിട്ട് അറിയാം, പുറത്തിറങ്ങിയവന് അടി കിട്ടുമെന്ന് അറിയാം. എന്നാലും അവൻ്റെ കുടുംബം പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി അവൻ വണ്ടിയെടുത്ത് പുറത്തോട്ടിറങ്ങുമ്പോൾ അവൻ്റെ നെഞ്ചത്ത് കയറാൻ പോകുന്ന ആൾക്കാരോട് ഇനി ഒന്നേ പറയാനുള്ളൂ: സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ അവനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവൻ വണ്ടിയെടുത്ത് പുറത്തിറങ്ങിയാലേ അവൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയില്ലാതെ ആഹാരം കഴിക്കും. അതെങ്കിലും ഓർക്കുക.